മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാടിൽ ഉറച്ച സംസ്ഥാന സർക്കാർ. കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. മൂന്നാറിൽ നടക്കുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ആശങ്കയും കേരളത്തിന്റെ സുരക്ഷയും കണക്കിലെടുത്ത് പുതിയ ഡാം ഉണ്ടാവുക എന്ന ആവശ്യം തന്നെയാണ് കേരളം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം കേരളവും തമിഴ്നാടും തമ്മിൽ രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന നിലപാടിലും നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുവാനും കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുമുള്ള കേരളം സ്വീകരിച്ചു വരുന്ന നിലപാടാണ് ഇപ്പോൾ പുതിയ ഗവൺമെന്റ് തുടരുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മുടെ സ്റ്റാൻഡ് യോഗത്തിൽ വ്യക്തമാക്കും. തൃപ്തികരമായ ഒരു ചർച്ചയിലേക്ക് അക്കാര്യങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PJ ജോസഫിന് മന്ത്രി തുല്യ പദവി വേണമെന്നും മോൻസ് ജോസഫ് ആവശ്യം UDF നേതാക്കൾക്ക് മുമ്പിൽ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. അതെ, പാർട്ടി ആ ആവശ്യം UDF നേതൃത്വത്തിന്റെ മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന നിലയിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിലും UDFന്റെ ഏറ്റവും സീനിയർ നേതാക്കളിൽ പ്രമുഖൻ എന്ന നിലയിലും UDFന്റെ ആദ്യത്തെ കൺവീനർ എന്ന നിലയിലും മന്ത്രിതുല്യ പദവിയോടെ UDF ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ നിശ്ചയിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറിനും അത് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമാണ്. അതുകൊണ്ട് പാർട്ടി ആ ആവശ്യം UDF നേതൃത്വത്തിന് മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് UDF നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.